പ്രശസ്ത നന്മമരം തെങ്ങുംപറമ്പിലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള സലീൽ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട യുവാവിൻ്റെ വീട്ടിലാണ്. നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കിടപ്പ്. അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഫിസിക്കുലാർ സ്വെല്ലിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗത്തിൻ്റെ അടിമയാണ് ഇദ്ദേഹം. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസുഖം നമുക്ക് മാറ്റിക്കൊടുക്കാൻ കഴിയില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതം കുറച്ചുകൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ള പണിക്കൊന്നും പോകാൻ പറ്റില്ല. ഡോക്ടർമാർ പറഞ്ഞു പണിക്ക് പോയി കഴിഞ്ഞാൽ വേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരില്ല. എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ലല്ല, എഴുന്നേറ്റ് ഇരിക്കാനും പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ വേർക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കിടന്നിട്ട് ഫാനിങ്ങനെ കറങ്ങുന്ന സമയത്ത് കാറ്റ് ചൂടായിട്ട് പിന്നെ നമ്മൾ വേർക്കും. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AC വേണമെന്നാ. ഒരുപാട് പൈസ വേണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. തീരെ പണിക്കൊന്നും പോകാൻ വയ്യ. അപ്പം ഒരു AC കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേർക്കുന്നെങ്കിലും കുറച്ചൊരു ആശ്വാസം കിട്ടിയിരുന്നു. AC ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫാനിൻ്റെ കാറ്റത്ത് എത്ര നേരം വെച്ചിട്ട് അങ്ങനെ കിടക്കുക നമ്മൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് സഹായിക്കണം. എന്താന്ന് വെച്ചാല് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഈ വിയർപ്പിന്റെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കാരണം ഈ കുറച്ചു നേരം പണിയെടുക്കുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം പോലുള്ള ഒരു സംഭവം ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് കാരണം ഇദ്ദേഹത്തിന് തളർച്ചയും തലകറക്കവും കാരണം ഇദ്ദേഹത്തിന് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അസുഖത്തിന് ഒരുപാട് ഹോസ്പിറ്റലുകളും ഒരുപാട് ഡോക്ടർമാരെയും കണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല, യാതൊരു ഗുണവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഫാനിട്ട് 12-13 മണിക്കൂറൊക്കെ ഫാനിട്ട് ഇരുന്നാൽ വേർക്കും, നിന്നാൽ വേർക്കും, നടന്നാൽ വേർക്കും. അപ്പോൾ കിടക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഈ കിടക്കുമ്പോൾ ഫാൻ ഇട്ടിട്ട് 12 മണിക്കൂറൊക്കെ ഫാൻ ഇടുന്ന സമയത്ത് ഈ കാറ്റ് മുറിയുടെ ഉള്ളിൽ കിടന്ന് കറങ്ങിയിട്ട് ഈ കാറ്റ് ചൂടായിട്ട് വീണ്ടും അദ്ദേഹം വേർക്കാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു AC ഇദ്ദേഹത്തിന് വാങ്ങി ഫിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വല്ലപ്പോഴും പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കുലുക്കല്ലാത്ത നല്ല AC ഒക്കെ ഉള്ള ഒരു കാർ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മുന്നോട്ടുള്ള ചെലവുകൾക്ക്, ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, ഫോൺ റീചാർജ് ചെയ്യാനുള്ളൊക്കെ ഒരുപാട് ചെലവുകൾ ഇദ്ദേഹം ഇതാക്കാണ്. അതിനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. കണ്ടില്ല, പണിക്ക് പോകാൻ പറ്റില്ല ഈ ഒരു പാവത്തിന്. അപ്പോൾ നിങ്ങൾ പ്രവാസികൾ എല്ലാവരും കൈയഴഞ്ഞ് സഹായിക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും തൗഫീഖും ഉണ്ടാക്കി തരുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ അസുഖത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് മാറ്റിക്കൊടുക്കാൻ കഴിയില്ല, പക്ഷേ ഇദ്ദേഹത്തിന്റെ ജീവിതം കുറച്ചുകൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കഷ്ടപ്പാടും പരിവട്ടവും ദുരിതവും ഒക്കെ ആയിട്ട് 1400-1500 റിയാലിനൊക്കെ ശമ്പളത്തിന് ജോലിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ, അവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടാവില്ല. അവർക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുക, അവരുടെ വീടിന്റെ വാടക അടിക്കുക, വീട്ടിലെ ചെലവ് നോക്കുക, പിന്നെ അതുപോലെ തന്നെ ഗൾഫിലെ ചെലവും ഇതെല്ലാം കഴിയുന്ന സമയത്ത് കടമായിരിക്കും. എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് പോലും ഇതുപോലുള്ള പാവങ്ങളെ സഹായിക്കുന്ന അത്തരം പ്രവാസികളിലാണ് ഈ ഒരു യുവാവ് മുഴുവൻ പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കടം വാങ്ങിയിട്ടെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടി അയച്ചു കൊടുക്കുക. ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ചെയ്ത തിരുവനന്തപുരം കേസിലാണെന്നുണ്ടെങ്കിലും മീങ്ങാപ്പുഴയിലാണെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള അപൂർവമായിട്ടുള്ള അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ പ്രവാസികൾക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാനും, പിന്നെ അതുപോലെ AC കാർ വാങ്ങിച്ചു കൊടുക്കാനും, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ലക്ഷറി ലൈഫ് നയിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഇക്കാലം വരെ നമ്മൾ പ്രവാസികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു സഹായമാണ് ഈ ഒരു യുവാവിനും നമ്മൾ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് സഹായിക്കണം.
ഇതിനൊന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. കണ്ടില്ല, പണിക്ക് പോകാൻ പറ്റില്ല ഈ ഒരു പാവത്തിന്. അപ്പോൾ നിങ്ങൾ പ്രവാസികൾ എല്ലാവരും കൈയഴഞ്ഞ് സഹായിക്കുക. അള്ളാഹു താല നിങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും തൗഫീഖും ഉണ്ടാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഇത്ര പറയാനുള്ളൂ.